ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ചുക്കാനാണ് റഡർ. ആ റഡർ എങ്ങനെ തിരിയുന്ന അതനുസരിച്ച് കപ്പൽ മൊത്തം തിരിയും. അതുപോലെ നമ്മുടെ നാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ജീവനാണോ, മരണമാണോ, അനുഗ്രഹമാണോ, ശാപമാണോ, എന്താണോ വരുത്തി തീർക്കുന്നത് നാവാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം എല്ലാ കാര്യങ്ങളും ഒരു ക്രമമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് ക്രമത്തിൻ്റെ ദൈവം എന്ന ഒരു പേരും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. ഈവൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ എല്ലാം ദൈവം സൃഷ്ടിച്ചത് ഒരു ഓർഡറായിട്ടാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകേണ്ട, 6ാമത് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ 5ാമത് സൃഷ്ടിച്ചതിന് 1ാമത് സൃഷ്ടിച്ചതിന് എന്ത് സംഭവിക്കുമായിരുന്നു? വളരെ ബുദ്ധിമുട്ടി പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പലതും ഇല്ലാതെ അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു പക്ഷേ ഒരു ഭീഷണി ഉളവാക്കുന്ന ഒരു കാര്യമായി തീരുമായിരുന്നു. പക്ഷേ അതതിൻ്റെ സമയത്ത് അതതിൻ്റെ ക്രമപ്രകാരമാണ് ദൈവം ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമായതുകൊണ്ട് ഓരോ കാര്യങ്ങളും അതതിൻ്റെ സമയത്ത് അതതിൻ്റെ ക്രമത്തിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത് തരിക തന്നെ ചെയ്യും. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ് ഓസ്ട്രേലിയയിൽ നിന്ന് സിജു ആൻഡ് റീത്തയാണ്. ഇന്ന് മകൻ നെയ്ത്തൻ്റെ 7ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ നെയ്ത്തൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നെയ്ത്തിന് വേണ്ടി, മൂത്ത മകൻ ജോഹാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീകമായിട്ട് വളരുവാൻ ദൈവകൃപയും അഭിവൃദ്ധിയും നൽകണമേ. പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള വളർച്ചയും വികസനവും കർത്താവെ കൈവരിക്കുവാൻ, അതുപോലെ തന്നെ നെയ്ത്തൻ്റെ ഫുഡ് അലർജി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും നല്ല ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാളെ മുതൽ നമ്മുടെ 3 ദിവസ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. എന്നാൽ 15-ാം തീയതി, അതായത് മറ്റന്നാൾ, സ്പെഷ്യൽ പ്രെയർ ഡേ നടക്കുകയാണ്. എല്ലാ ബ്ലെസ്സിങ് ടുഡേയിലും എല്ലായിടത്തുള്ളവരും നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4, 5 ഈ 2 തീയതികളിലായിട്ട് നമ്മുടെ സ്പെഷ്യൽ യൂത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. ദയവായി കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാസം ഒടുവിലായിട്ട് ഓഗസ്റ്റ് 30-ാം തീയതി പാസ്റ്റർ ഡാമിൻ കോഴിക്കോട് ശുശ്രൂഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡയറിയിലൊന്ന് നോക്കിയേ. എക്സലൻസ് ഇൻ സ്പീച്ച്. സംസാരത്തിലെ ശ്രേഷ്ഠത അല്ലെങ്കിൽ സംസാരത്തിലെ ഉത്കൃഷ്ടത. ഒന്ന് പെട്ടെന്ന് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ കമൻറ്റ് സെക്ഷൻ പോലെയുള്ള ഭാഗത്ത് നിന്ന് ടൈപ്പ് ചെയ്തിടുക. എക്സലൻസ് ഇൻ സ്പീച്ച്, സംസാരത്തിലെ ഉത്കൃഷ്ടത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലൈവ് കാണുന്നവർ, റീപ്ലേ കാണുന്നവർ എല്ലാവരും കൊലോസ് ലേഖനം 4:6, കൊലോസിയൻസ് 4:6 അവിടെ വായിക്കുന്നത്, ലെറ്റ് യുവർ കോൺവെർസേഷൻ ബി ഓൾവേസ് ഫുൾ ഓഫ് ഗ്രേസ് സീസൺഡ് വിത്ത് സോൾട്ട്. മലയാളത്തിൽ കൊലോസ്യർ 4:6, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നിങ്ങളുടെ സംസാരം കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. വാവ്. അതിലേക്ക് നമുക്ക് കിടക്കാം. ഡെക്ലറേഷൻ. മൈ വേർഡ്സ് ബിൽഡ് ആൻഡ് ബ്ലെസ് ടുഡേ. എൻ്റെ വാക്കുകൾ ഇന്ന് പണിയുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ്. ദ സ്പിരിറ്റ് ടീച്ചസ് മീ ടു സ്പീക്ക് വിത്ത് വിസ്ഡം ആൻഡ് ജെൻറ്റിൽനെസ്. ആത്മാവ് ജ്ഞാനത്തോടെയും സാവധാനതയോടെയും സംസാരിക്കുവാൻ എന്നെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി ദയവായി വായിച്ച് ടിക്ക് ചെയ്യുക. എക്സലൻസ് ഇൻ സ്പീച്ച് അല്ലെങ്കിൽ സംസാരത്തിലെ, സംഭാഷണങ്ങളിലെ ഉത്കൃഷ്ടത, ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഡയറിയിൽ കുറിച്ച് വെക്കുക. ഡയറി ഇല്ലാത്തവർ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, ഏതെങ്കിലും ഡയറിയിൽ കുറിച്ച് വെക്കുക. ഡയറി ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലെസ്സിങ് ടുഡേയിൽ ഇറങ്ങിയിട്ടുള്ള ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ എന്ന ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ അഥവാ ഡിവോഷണൽ ഡയറിയാണ്. അതിൽ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചിലരെ പുതുതായിട്ടൊക്കെ കാണുമ്പോൾ അവരുടെ അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നമ്പർ 1, എക്സലൻറ്റ് സ്പീച്ച് ബിഗിൻസ് വിത്ത് ആൻ എക്സലൻറ്റ് ഹാർട്ട്. ശ്രേഷ്ഠമായ
സംസാരം ശ്രേഷ്ഠമായ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരാൾ വളരെ ശ്രേഷ്ഠമായ നല്ല രീതിയിൽ സംസാരിക്കുന്നെങ്കിൽ അയാളുടെ ഹൃദയം അങ്ങനെയാണെന്നർത്ഥം. വേർഡ്സ് ആർ നോട്ട് മാനുഫാക്ചർഡ് ബൈ ദ ടങ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നാവല്ല വാക്കുകളെ നിർമ്മിക്കുന്നത്. വാക്കുകൾ ഉളവാക്കുന്നത് നാവല്ല. നാവിൽ നിന്നല്ല ഇത് വരുന്നത് ബ്രദറെ, അല്ല. അവിടെ നല്ല അത് തുടങ്ങുന്നത്. ദേ ഫ്ലോ ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിലാണ് വാക്കുകൾ ഉളവാകുന്നത്. മാനുഫാക്ചറിങ് നടക്കുന്നത് ഇവിടെയാണ്. പ്രൊട്ടക്ഷൻ നടക്കുന്നത് ഹൃദയത്തിലാണ്. എന്നിട്ട് അതാണ് നാവ് സംസാരിക്കുന്നത്. നമുക്ക് ജീസസ് ടോട്ട് ദാറ്റ് അവർ സ്പീച്ച് റിവീൽസ് ദ കണ്ടീഷൻ ഓഫ് ദ ഇന്നർ ലൈഫ്. നമ്മുടെ ആന്തരിക ജീവൻ്റെ ഒരു വെളിപാടാണ് വാസ്തവത്തിൽ വായ് കൊണ്ട് പുറത്തേക്ക് വരുന്നത്. വെൻ ദ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ഗ്രേസ് ദ മൗത്ത് സ്പീക്സ് ഗ്രേസ്. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയം കൃപ കൊണ്ട് നിറയുമ്പോൾ കൃപയോടുകൂടിയ വാക്കുകൾ പുറത്തേക്ക് വരും. Now, when the heart is filled with Christ, the mouth reflects Christ. കർത്താവ് ഹൃദയത്തിൽ ഒന്ന് നിറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ കർത്താവിനെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും ക്രിസ്തുവായിരിക്കും അവിടെ നിറഞ്ഞിരിക്കുക. When our heart is full of love, our words will be full of love. ഹൃദയം മുഴുവൻ സ്നേഹം നിറഞ്ഞിരിക്കുമ്പോൾ വാത്സല്യത്തോടെ, ഓമനത്വത്തോടെ, സ്നേഹവായ്പോടെയുള്ള വാക്കുകളായിരിക്കും നമ്മുടെ പുറത്തേക്ക് വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6:45 ദ മൗത്ത് സ്പീക്സ് വാട്ട് ദ ഹാർട്ട് ഈസ് ഫുൾ ഓഫ്. വ്യക്തമായ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഒന്നുകൂടെ എല്ലാവരും പറഞ്ഞേ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്ന സാധനമാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത്. ഇത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. സദൃശവാക്യങ്ങൾ 16:23 പ്രോവർബ്സ് 16:23 അവിടെ കാണുന്നത് ദ ഹാർട്ട്സ് ഓഫ് ദ വൈസ് മേക്ക് ദെയർ മൗത്ത്സ് പ്രൂഡൻറ്റ്. ജ്ഞാനിയുടെ ഹൃദയം അവരുടെ വായെ ഏറ്റവും ബുദ്ധിവൈഭവമുള്ളതാക്കുന്നു. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കണേ. ദ ഹാർട്ട്സ് ഓഫ് ദ വൈസ്, ജ്ഞാനിയുടെ ഹൃദയം വായെ ഏറ്റവും ബുദ്ധിയുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ കാണുന്നത് മേ ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് ദ മെഡിറ്റേഷൻ ഓഫ് മൈ ഹാർട്ട് ബി പ്ലീസിങ് ഇൻ യുവർ സൈറ്റ്. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഇതാണ്, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമാകട്ടെ. അതൊരു സൂപ്പർ സംഭവമല്ലേ? എല്ലാവരും ഒന്ന് അതായത് സങ്കീർത്തനങ്ങൾ 19:14 ഒന്ന് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് ഈ കമൻറ്റ് സെക്ഷനിൽ ഒന്നിടാമോ? നല്ലൊരു വചനഭാഗമാണ്. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമാകട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമാകട്ടെ. അതായത് ദൈവത്തെ മാനിക്കുന്ന രീതിയിൽ ചിന്തിക്കാനും ദൈവത്തെ മാനിക്കുന്ന രീതിയിൽ സംസാരിക്കാനും എന്നെ സഹായിക്കണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ പ്രാർത്ഥന നിർത്തിക്കളയരുത്. തുടർന്നും വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് യുവർ സ്പീച്ച് ഈസ് ടു അലൗ ഗോഡ് ടു ട്രാൻസ്ഫോം അവർ ഹാർട്ട്സ്. നമ്മുടെ സംസാരം, നമ്മുടെ സംഭാഷണം നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അതിന് ഹൃദയത്തെ ആദ്യം മാറ്റിയെടുക്കേണ്ടി വരും. കാരണം ഇവിടെ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഇതാണ് ഉറവിടം, ഇതാണ് സോഴ്സ്. ഇവിടെ നിന്നാണ് സ്പ്രിങ് ചെയ്തതെല്ലാം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഹൃദയം മാറിയെങ്കിൽ മാത്രമേ സംഭാഷണം മാറുകയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, നാവിൽ നിന്നല്ല വാക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, പകരം ഹൃദയത്തിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാം, ഈ നദികളോ ഉറവുകളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തു നിന്നാണല്ലോ അതിൻ്റെ ഇത് വരുന്നത്, സോഴ്സ്. അതിൽ നിന്നാണ് അതിൻ്റെ സ്പ്രിങ് ഫൗണ്ടെയിൻ ഉണ്ടാകുന്നത്. അവിടെ ചെളിയാണെന്നിരിക്കട്ടെ, ചെളിവെള്ളമേ പുറത്തേക്ക് വരൂ. ആ ഭാഗത്ത് ചൂടാണെന്നിരിക്കട്ടെ, ചൂടുവെള്ളമേ വരൂ. ആ ഉറവിൻ്റെ അവിടെ ഭയങ്കര തണുപ്പാണെന്നിരിക്കട്ടെ, തണുത്ത വെള്ളം പുറത്തേക്ക് വരും. കേൾക്കുന്നുണ്ടോ? ഉപ്പാണെന്നിരിക്കട്ടെ, ഉപ്പുവെള്ളം പുറത്തേക്ക് വരും. മധുരമാണെങ്കിൽ സ്വീറ്റ് വാട്ടർ പുറത്തേക്ക് വരും.
So a spring cannot produce fresh water if its source is polluted. ഉറവിടം മലിനമാണെങ്കിൽ ഒരിക്കലും ശുദ്ധജലം ഒരു ഉറവിന് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. ദ ക്വാളിറ്റി ഓഫ് ദ വാട്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ സോഴ്സ്. വരുന്ന വെള്ളത്തിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത് ആ ഉറവാണ്. ഇതുപോലെയാണ് ഹൃദയവും. ഹെൽത്തി വേർഡ്സ് ഫ്ലോ ഫ്രം എ ഹെൽത്തി ഹാർട്ട്. ആരോഗ്യമുള്ളൊരു ഹൃദയത്തിൽ നിന്ന്, ഗുണമേന്മയുള്ളൊരു ഹൃദയത്തിൽ നിന്നാണ് നല്ല സംഭാഷണം, വാക്കുകൾ പുറത്തേക്ക് വരികയുള്ളൂ. വേർഡ്സ് ഫിൽഡ് വിത്ത് ഗ്രേസ് ക്യാരി ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. കൃപയോടുകൂടിയ, കൃപ നിറഞ്ഞ വാക്കുകൾ ഭയങ്കര സ്വാധീനമുള്ള വാക്ക്. ഗ്രേസോടുകൂടിയ, കൃപയോടുകൂടിയ വാക്കുകൾക്ക് ഭയങ്കരമായ ഒരു സ്വാധീന ശക്തി ഉണ്ടായിരിക്കും. പൗലോസ് പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മുടെ കോൺവെർസേഷൻ എല്ലായ്പ്പോഴും ഗ്രേസ് ഉള്ളതായിരിക്കണം, കൃപയുള്ളതായിരിക്കണം. അപ്പോൾ കൃപയില്ലാതെ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കൃപയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. അതായത് ഗ്രേസ് ഫിൽഡ് സ്പീച്ച് ഡസ് നോട്ട് മീൻ അവോയ്ഡിങ് ട്രൂത്ത്. അപ്പോൾ കൃപ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ സത്യം സംസാരിക്കരുത്, ഉള്ള കാര്യം പറയാതിരിക്കണം എന്നതിനർത്ഥമില്ല. ഇറ്റ് മീൻസ് സ്പീക്കിംഗ് ട്രൂത്ത് വിത്ത് ലവ്, കൈൻഡ്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി. സത്യമാണ് സംസാരിക്കുന്നത്. ആ സത്യം തന്നെ സ്നേഹത്തിൽ സംസാരിക്കണം, ദയാവായ്പോടുകൂടെ സംസാരിക്കണം, താഴ്മയിൽ സംസാരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സച്ച് വേർഡ്സ് എൻകറേജ്. അങ്ങനെയുള്ള വാക്കുകൾ, കൃപയോടുകൂടിയ വാക്കുകളാണെങ്കിൽ സംഭവിക്കുന്നത് ഹീലിംഗ് നടക്കും, കറക്ഷൻ നടക്കും, റെസ്റ്റോറേഷൻ നടക്കും. അതായത് ഗ്രേസിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, കൃപയോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ രോഗസൗഖ്യങ്ങൾ നടക്കും. വാക്കുകൾക്ക് സൗഖ്യമാക്കാൻ കഴിവുണ്ട്. അറിയാലോ, 107 സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വചനം പറയുന്നത്, അവൻ വചനം അയച്ച് ജനങ്ങളെ സൗഖ്യമാക്കിയെന്ന്. ഹീ സെൻറ്റ് ഹിസ് വേർഡ് ആൻഡ് ഹീൽ ദം. അപ്പോൾ വാക്കുകൾക്ക് സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് സൗഖ്യമാക്കാൻ ശക്തിയുള്ളതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾക്ക് മുറിപ്പെടുത്താനും ശക്തിയുണ്ട്, ഹീൽ ചെയ്യാനും ശക്തിയുണ്ട്, റെസ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. ചില ആളുകളെയൊക്കെ പുനഃസ്ഥാപിക്കുക, അവരുടെ ജീവിതത്തിൽ പിടിച്ചുയർത്തി നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും. ചില ആളുകളെ അവരുടെ തെറ്റ് തിരുത്താൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും. സദൃശവാക്യങ്ങൾ 16:24. ഗ്രേഷ്യസ് വേർഡ്സ് ആർ എ ഹണികോംബ്, സ്വീറ്റ് ടു ദ സോൾ ആൻഡ് ഹീലിംഗ് ടു ദ ബോൺസ്. നോക്കൂ, കൃപയോടുകൂടിയ വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ അത് തേൻ കട്ട പോലെയാണ്. അത് ആത്മാവിന് ഭയങ്കരമായ സ്വാദുളവാക്കുന്നതും മധുരമുണ്ടാക്കുന്നതും അസ്ഥികൾക്ക് വരെ സൗഖ്യം നൽകുന്നതുമാണ്. ചില ആളുകളുടെ വാക്കുകൾ അസ്ഥികളെ വരെ ദ്രവിപ്പിച്ചു കളയും. കഠിനമായ, ക്രൂരമായ ശാപവാക്കുകളൊക്കെ നിരന്തരം ചില വീടുകളിൽ മുഴങ്ങിക്കേൾക്കും. ഇന്ന് തീരുമാനിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ ഭവനാന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ സംസാരിക്കില്ല. എഫെസ്യർ ലേഖനം 4:29. സ്പീക്ക് ഓൺലി what is helpful for building others up. എഫെസ്യർ ലേഖനം 4:29 പറയുന്നതനുസരിച്ച് മറ്റുള്ളവരെക്ക് ആത്മീയ വർധന വരുത്തുന്ന, അവരെ പണിതെടുക്കുന്ന, അവരുടെ ജീവിതത്തെ പണിതെടുക്കുന്ന വാക്കുകൾ മാത്രമേ സംസാരിക്കാവൂ. സദൃശവാക്യങ്ങൾ 15:1. എ ജെൻറ്റിൽ ആൻസർ ടേൺസ് അവേ റാത്ത്. വളരെ മാന്യമായ വാക്കുകൾ അത് കോപത്തെ മാറ്റിക്കളയും. എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം. അപ്പോൾ എ ജെൻറ്റിൽ ആൻസർ, ശാന്തമായ ഒരു ഉത്തരം കോപത്തെ അടക്കും. ഇപ്പോൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. എന്ന് ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് കോപം ആളിക്കത്താറുന്നു. ഒന്നുകൂടെ സംസാരിക്കാൻ വീണ്ടും ആളിക്കത്ത്, വീണ്ടും സംസാരിക്കാൻ വീണ്ടും ആളിക്കത്ത്. ഇങ്ങനെ പലപ്പോഴും നമുക്ക് സംഭവിക്കാം. എന്നാൽ ശാന്തമായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. വേർഡ്സ് ക്യാൻ ഐദർ ഡീപ്പൻ വൂണ്ട്സ് ഓർ ബ്രിങ് ഹീലിംഗ്. ചില ആളുകൾ മുറിപ്പെട്ടിരിക്കുകയാണ്. ചിലരുടെ വാക്കുകൾ അവരുടെ മുറിവ് ഒന്നുകൂടെ ആഴത്തിലാക്കും, അല്ലെങ്കിൽ അതിനെ ബാമിട്ട് സൗഖ്യമാക്കുന്നത് പോലെ അതിന് സൗഖ്യം വരും. നമ്പർ 3,
വൈസ് സ്പീച്ച് ഈസ് ടൈംലി ആൻഡ് തോട്ട്ഫുൾ. ജ്ഞാനത്തോടു കൂടിയുള്ള സംസാരം, വാക്കുകൾ സമയോചിതമായിരിക്കും. അതുപോലെ തന്നെ വളരെ തോട്ട്ഫുള്ളായിരിക്കും, ചിന്തിച്ച് പറയുന്നതായിരിക്കും. ജ്ഞാനത്തോടു കൂടിയുള്ള സംസാരം സമയോചിതവും വളരെ ചിന്തനീയവും ആയിരിക്കും. Paul says our words should be seasoned with salt. അവിടെ പ്രത്യേകിച്ച് പൗലോസ് പറയുന്ന കാര്യം, കൊലോസ് ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. സീസൺഡ് വിത്ത് സോൾട്ട്. ഈ സോൾട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. സോൾട്ട് പ്രിസർവ്സ്. ഉപ്പിന് പലതും ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. ഇറ്റ് ക്യാൻ പ്യൂരിഫൈ, അതിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് ക്യാൻ എൻഹാൻസ് ഫ്ലേവർ, രുചി കൂട്ടാനുള്ള കഴിവുണ്ട്. നമുക്ക് ഉപ്പില്ലാതെ നമ്മുടെ മുമ്പിൽ ചില ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നല്ല രസമുണ്ട്, കാണാനും എല്ലാം കൊള്ളാം, പക്ഷേ എടുത്തു വയ്ക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. എത്രയോ വീടുകളിൽ പറക്കും തിളയോ ഉണ്ടാകുന്നത് ഉപ്പില്ലാത്ത, ഉപ്പെന്ന് പറയുന്ന ഒരൊറ്റ വിഷയം കൊണ്ട് പറക്കും തിളയോ ഉണ്ടാകുന്നില്ലേ? ചില വീട്ടിലെ കോപിഷ്ഠരായ ഭർത്താക്കന്മാർ പാത്രം എടുത്തൊക്കെ എറിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ രുചിയില്ല, ഉപ്പിടാൻ മറന്നുപോയി, ഇത്രയുള്ള സംഭവം. പക്ഷേ അത് ഒരു വലിയ ലോകമഹായുദ്ധത്തിലൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഉപ്പിൻ്റെ പ്രത്യേകത, അതിന് രുചി വരുത്താൻ കഴിയും, അതുപോലെ അതിനെ ശുദ്ധീകരിക്കാൻ കഴിയും, പലതിനെയും ശുദ്ധീകരിക്കാൻ കഴിയും, അതുകൊണ്ടാണല്ലോ അച്ചാറിടുമ്പോൾ ഉപ്പൊരു ഭയങ്കര ഘടകമാണ്. നന്നായിട്ട് ഉപ്പിലിട്ട് വെച്ചത് സാധാരണ വെറുതെ വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞു പോകും. എന്നാൽ ഉപ്പിലിട്ടാൽ അത് അവിടെ ഇരിക്കും, മാസങ്ങളോ വർഷങ്ങളോ ഇരിക്കും. അപ്പോൾ സീസൺഡ് വിത്ത് സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ ഉപ്പിലിട്ടതുപോലെ, ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ അത് നിലനിൽക്കുന്നതും പലരെയും ശുദ്ധീകരിക്കുന്നതും പലർക്കും രുചി വരുത്തുന്നതൊക്കെ ആയിട്ട് മാറും. അതായത് സ്പിരിറ്റ് ലെഡ് സ്പീച്ച്, ആത്മാവിനാൽ സംസാരിക്കുന്ന സംസാരങ്ങൾ ഈസ് തോട്ട്ഫുൾ റാദർ ദാൻ ഇമ്പൾസീവ്. ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് പൊടുന്നനെ നമ്മളങ്ങ് പ്രതികരിക്കുന്നതല്ല, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും. ഇറ്റ് നോസ് വെൻ ടു സ്പീക്ക്. ആത്മനിയന്ത്രിതമായി നമ്മൾ സംസാരിക്കുവാണെങ്കിൽ, കൃപയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ, എപ്പോൾ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ആരോട് സംസാരിക്കണം എന്നുള്ളത് അറിഞ്ഞ് സംസാരിക്കും. അത് വെൽ കാൽക്കുലേറ്റഡാണ്. മാത്രമല്ല എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും അറിയാൻ കഴിയും. ചില സാഹചര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കണം. നമ്മൾ മിണ്ടേണ്ട ആവശ്യമില്ല, മിണ്ടണ്ട. യേശു കർത്താവിനോട് ചിലരിങ്ങനെ പൊറുതി മുട്ടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിലത്ത് കുനിഞ്ഞിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, മിണ്ടിയില്ല കർത്താവ്. വിചാരണയുടെ സമയത്ത് പല സമയത്തും കർത്താവ് മിണ്ടിയില്ല. അവിടെ വേണമെങ്കിൽ നിന്ന് പ്രസംഗിക്കായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അവർക്കറിയുന്ന എൻ്റെ കൂടുതൽ അറിഞ്ഞൂടെ. എന്നാൽ കർത്താവ് മിണ്ടാതെ. അപ്പോൾ ചോദിച്ചു, എന്താ നീ മിണ്ടാത്തെ? എക്ലീസിയാസ്റ്റസ് 3:7, സഭാപ്രസംഗം 3:7, there is a time to be silent and a time to speak. മിണ്ടാതിരിപ്പാനൊരു കാലം, മിണ്ടുവാനൊരു കാലം. സദൃശവാക്യങ്ങൾ 25:11, എ വേർഡ് ഫിറ്റ്ലി സ്പോക്കൺ ഈസ് ലൈക്ക് ആപ്പിൾസ് ഓഫ് ഗോൾഡ് ഇൻ സെറ്റിങ്സ് ഓഫ് സിൽവർ. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരിക്കും, സ്യൂട്ടബിളായിരിക്കും, അപ്രോപ്രിയേറ്റ് ആയിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 1:19 പറയുന്നതനുസരിച്ച് എല്ലാവരും കേൾക്കുവാൻ വേഗതയുള്ളവരും സംസാരിക്കുവാൻ സാവധാനതയുള്ളവരുമായിരിക്കണം. കൂടുതൽ കേൾക്കുക എന്നിട്ട് സംസാരിക്കുക, ചിലരൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് 2 കാതും 1 നാവും തന്നിരിക്കുന്നത്. ഇരട്ടി കേൾക്കണം, കേൾക്കുന്നത് കൂടുതലായിരിക്കും, ഇരട്ടി കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 1 നാവ് കൊണ്ട് സംസാരിക്കണം. വിസ്ഡം ഈസ് ഓഫ്റ്റൻ ഹേർഡ് ഇൻ മെഷേർഡ് വേർഡ്സ്. പലപ്പോഴും ജ്ഞാനം വരുന്നത് അളന്ന് തൂക്കിയെടുത്ത വാക്കുകളിലൂടെയാണ്. ഒത്തിരി ജ്ഞാനികളായിട്ടുള്ള ആളുകൾ മിതഭാഷയിലായിരിക്കും, അവർ ഒത്തിരി നിന്ന് സംസാരിക്കില്ല. ആവശ്യത്തിന് അളന്ന് തൂക്കി
കൃത്യമായത് മാത്രം സംസാരിക്കും. ജ്ഞാനികളുടെ കാര്യം പറയുന്നത്. നല്ലൊരു മാസ്റ്റർ ഷെഫാണെങ്കിൽ അതിൽ ഉപ്പിടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒരു 2 താവി അല്ലെങ്കിൽ 2 കിലോഗ്രാം അങ്ങനെയല്ലല്ലോ അവരെടുത്ത് തന്നത്. കൃത്യ അളവിലാണ് അതിടുന്നത്. ഉപ്പാണെങ്കിൽ ഇറ്റ് കുഡ് ബി എ പിഞ്ച്, അല്ലേ? അത്രയും മാത്രം ഇട്ടാൽ മതി. മുളക് പൊടിയാണെങ്കിൽ ഇത്രയും, മറ്റുള്ള മസാലയാണെങ്കിൽ ഇത്രയും. അതല്ലാതെ എല്ലാം കൂടി വാരിക്കോരി അല്ലല്ലോ ഇടുന്നത്. അതിൻ്റെ ഒരു പ്രൊപ്പോർഷനുണ്ട്. അപ്പോൾ വൈസ് സ്പീച്ച് നോസ് ദ റൈറ്റ് മെഷർ. ഒരു ജ്ഞാനത്തോടുകൂടി സംസാരിക്കുമ്പോൾ കൃത്യ അളവ് അറിയാം. നമ്പർ 4, the last one. Our speech represents Christ. നമ്മുടെ സംസാരം ഒരു തരത്തിൽ പറഞ്ഞ ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് എവറി കോൺവെർസേഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റിവീൽ ജീസസ്. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ആ സംസാരം യേശുവിനെ പ്രതിഫലിപ്പിക്കുവാനുള്ളൊരവസരമായിട്ട് വേണം കണക്കാക്കാൻ. വെദർ സ്പീക്കിംഗ് അറ്റ് ഹോം, അറ്റ് വർക്ക്, അറ്റ് മിനിസ്ട്രി ഓർ ഓൺലൈൻ, എപ്പോൾ എങ്ങനെ സംസാരിച്ചാലും അതിൽ നാം കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ സംസാരത്തിലൂടെ ക്രിസ്തു വെളിപ്പെട്ട് വരണം. അവർ വേർഡ്സ് ഷുഡ് റിഫ്ലക്റ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ വാക്കുകൾ കർത്താവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാകണം. മത്തായി 12:36 എവ്രി വൺ വിൽ ഹാവ് ടു ഗിവ് അക്കൗണ്ട് ഓഫ് എവ്രി കെയർലെസ് വേർഡ്. ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. ഓരോരുത്തരും ഇങ്ങനെ ഇതിനെ പറയുന്നത് കാഷ്വലായിട്ടും അലസമായിട്ടൊക്കെ പറയുന്ന വാക്കുകൾക്ക് പോലും, കെയർലെസ്സായി ശ്രദ്ധയില്ലാതെ പറയുന്ന വാക്കുകൾക്ക് പോലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വായിക്കുമ്പോൾ, ഡു എവറിത്തിങ് വിത്തൗട്ട് ഗ്രംബ്ലിങ് ദെൻ യു വിൽ ഷൈൻ ലൈക്ക് സ്റ്റാർസ്. അവിടെ പറയുന്നത് പിറുപിറുപ്പ് കൂടാതെ സകലവും ചെയ്യണം. പിറുപിറുപ്പ് പാടില്ല. ദെൻ യു വിൽ ഷൈൻ ലൈക്ക് സ്റ്റാർസ്. അപ്പോൾ നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. 1 പത്രോസ് 3:15 ഗിവ് ആൻ ആൻസർ വിത്ത് ജെൻറ്റിൽനെസ് ആൻഡ് റെസ്പെക്റ്റ്. അവിടെ പറയുന്നത് സാവധാനതയോടുകൂടിയും വളരെ ആദരവോടുകൂടിയും വേണം നിങ്ങൾ ഉത്തരം നൽകാൻ. Our speech is one of the clearest witness of our spiritual maturity. നമ്മുടെ ആത്മീയ പക്വതയുടെ വളരെ വ്യക്തമായൊരു സാക്ഷ്യമാണ് നമ്മുടെ വാക്കുകൾ, നമ്മളെങ്ങനെ സംസാരിക്കുമെന്നുള്ളത്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: നാവിനെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ മൊത്ത ശരീരത്തെ നിയന്ത്രിക്കാം. കാരണം ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ചുക്കാനാണ് റഡർ. ആ റഡർ എങ്ങനെ തിരിയുന്ന അതനുസരിച്ച് കപ്പൽ മൊത്തം തിരിയും. അതുപോലെ നമ്മുടെ നാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ജീവനാണോ മരണമാണോ അനുഗ്രഹമാണോ ശാപമാണോ എന്താണോ വരുത്തി തീർക്കുന്നത് നാവാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ നാവിനെ ശ്രദ്ധിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈനീട്ട കർത്താവെ, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ പക്വതയിൽ ജ്ഞാനത്തിൽ സംസാരിക്കാൻ ഞങ്ങളെ ഏവരെയും അങ്ങ് സഹായിക്കണമേ. വചനത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയോടെ സംസാരിക്കാൻ, ജെൻറ്റിലായി സംസാരിക്കാനൊക്കെ സഹായിക്കണമേ. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ സ്യൂട്ടബിളായി സംസാരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് കൃപ നൽകണമേ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഈ ശരീരത്തിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ സോഡിയമോ പൊട്ടാസ്യമോ അതുപോലെ പല അയൺ കണ്ടൻറ്റൊക്കെ ഇങ്ങനെ കുറവ് വന്നിട്ട് അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ, വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ആകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു വലിയ സൗഖ്യത്തിലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഇന്ന് അങ്ങയുടെ നാമത്തിൽ വലിയ വിടുതലുകൾ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്ന നട്ടലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുസ്വപ്നങ്ങൾ കാണുന്ന ചില വ്യക്തികൾ, അതിനാൽ തന്നെ ഭയപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ വലിയ വിടുതലിലേക്ക് വരട്ടെ. ഇന്ന് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കും. അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തേത് കാണാൻ മറക്കരുത്. ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം. ബൈ.